ഈ സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കഴക്കൂട്ടത്തൊരു സ്വകാര്യ ആശുപത്രിയിൽ പശ്ചിമ ബംഗാൾ സ്വദേശിയായ മുന്നി ബീഗം അവരുടെ 4 വയസ്സുള്ള മകൻ ഗിൽദർ മരിച്ചു അല്ലെങ്കിൽ മരിച്ച നിലയിൽ വീട്ടിൽ കാണപ്പെട്ടു എന്ന നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ കുഞ്ഞിന്റെ ശരീരം തണുത്ത അവസ്ഥയിലായിരുന്നു. ഉച്ചയ്ക്ക് ആഹാരം കൊടുത്ത് ഉറക്കിയ കുഞ്ഞ് വൈകുന്നേരം അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് മാതാവ് മുന്നി ഡോക്ടർമാരോട് പറഞ്ഞത്. ഡോക്ടർമാർ വിശദമായി പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞിന്റെ കഴുത്തിൽ 2 പാടുകൾ, കഴുത്തിൽ മുറുകിയ നിലയിൽ കയറോ മറ്റ് കാര്യങ്ങളോ കൊണ്ട് മുറുകിയ നിലയിൽ 2 പാടുകൾ കണ്ടെത്തിയത്. അസ്വാഭാവികത തോന്നിയ ഡോക്ടർമാർ കഴക്കൂട്ടം പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ മാതാവ് മുന്നിക്ക് 23 വയസ്സും ഇവരുടെ സുഹൃത്ത് തൻവീർ ആലത്തിന് 22 വയസ്സുമാണ്. നിലവിൽ ഈ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ 2 പേരും 2 ആഴ്ച മുൻപാണ് കഴക്കൂട്ടത്തെ ഒരു ലോഡ്ജിൽ താമസം തുടങ്ങിയത്. ഇവരുടെ കൂടെ 1.5 വയസ്സുള്ള ഈ 4 വയസ്സുകാരന്റെ ഇളയ കുഞ്ഞു കൂടി കൂടെയുണ്ട്. ഇവർ പക്ഷേ 2 മാസങ്ങൾക്ക് മുൻപും തിരുവനന്തപുരത്ത് ഇതേ ലോഡ്ജിൽ വന്ന് തങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഭർത്താവ് നിലവിൽ ആലുവയിൽ, ഈ മുന്നി ബീഗത്തിന്റെ ഭർത്താവ് ആലുവയിൽ ജോലി ചെയ്യുകയാണ്. ഇയാളുമായി പിണങ്ങി നിൽക്കുകയാണ്, അകന്നു കഴിയുകയാണെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഇത് ആൺ സുഹൃത്ത് മാത്രമല്ല, തന്റെ ബന്ധു കൂടിയാണെന്നാണ് മുന്നി ബീഗം മൊഴി നൽകിയിട്ടുള്ളത്. ഇവർ ഇത് കൊലപാതകമാണ് അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് ഇതുവരെയും സമ്മതിച്ചു. സ്ഥിരമായ ഒരു സ്ഥലത്ത് താമസിച്ചു വരുന്നവരല്ല. ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇതേ ലോഡ്ജിൽ നേരത്തെയും താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ താൽക്കാലികമായി താമസയിടം മാറി മാറി താമസിച്ചു വരികയായിരുന്നു ഇരുവരും. സുഹേൽ, ഇത് സംബന്ധിച്ചുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടില്ല. കാരണം ഇവർ 2 മാസം മുൻപ് ഇവിടെ എന്തിനു വന്നു എന്ന കാര്യത്തിലടക്കം പോലീസിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. നിലവിൽ കുഞ്ഞിന്റെ കഴുത്തിൽ എങ്ങനെ പാട് വന്നു എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉത്തരം നൽകാൻ ഇവർക്കായിട്ടില്ല. അതിനടിസ്ഥാനം നാളെ ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. അതിന്റെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. പോസ്റ്റ്മോർട്ടം നടപടിയിൽ എങ്ങനെ മരണ കാരണം അറിയാൻ സാധിക്കും. അപ്പോൾ ഈ കൊലയ്ക്ക് ഉണ്ടായ കാരണം അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇനി കൊലപാതകം തന്നെ ആണെങ്കിൽ തന്നെ ഇവർ തന്നെയാണോ കൊലപ്പെടുത്തിയത്, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള നിലയിലേക്ക് ഇവർ എത്തിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇവർ നിലവിൽ കഴക്കൂട്ടം പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. സുഹേൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ 2 തവണ, അതായത് ഇത് മുൻപ് തിരുവനന്തപുരത്ത് വന്നത് എന്തിനാണ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇവർക്ക് തൊഴിലൊന്നുമില്ല. അതായത് തൊഴിൽ തേടി വന്നതാണെന്ന് പറയുമ്പോൾ 2 ആഴ്ച ഇവർ ലോഡ്ജിൽ തന്നെയാണ് താമസം. ശരി, എന്തായാലും ഇവരുടെയും ബാക്ക്ഗ്രൗണ്ട് വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്.